ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തിൽ ഭൂമിയെ ശ്വാസം മുട്ടിക്കുന്ന പ്ലാസ്റ്റിക്കിനെ കുറിച്ച് എല്ലാ പത്രങ്ങളും വളരെ ആശങ്കയോടുകൂടി തന്നെ വാർത്ത എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് ഒന്നാം പേജ് ആ രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് വേണം കാണാൻ. കാരണം നമ്മൾ ബംഗളൂരു ചിന്നസ്വാമി ദുരന്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പത്രങ്ങളുടെ കാരണം ഒരുപക്ഷെ അപകടം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പരിസ്ഥിതി ദിനം കുറച്ചും കൂടി ആഘോഷമാക്കാൻ പത്രങ്ങൾ കഴിയുമായിരുന്നു. കാരണം ആ രൂപത്തിലൊക്കെ ഡിസൈനിങ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ അങ്ങനെ തന്നെയാണ്. ഒന്നാം പേജിൽ മാതൃഭൂമി സുഗതകുമാരിയുടെ കവിത, മനോരമയും ഒക്കെ ഗ്രാഫിക്സ്, ചിത്രങ്ങൾ, അങ്ങനെ സമഗ്രമാണ് ഏതാണ്ട് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട വാർത്തകളും. കേരളകൗമുദി ഒന്നാം പേജിൽ ഒരു മനോഹരമായ വാർത്ത, വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ മുത്തശ്ശിയാലിന് പുനർജനി, അങ്ങനെ വലിയ വാർത്തകൾ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്ന് പോയി വരാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏത് പ്രധാനപ്പെട്ട വാർത്തയും ചിലപ്പോൾ ഒരു കവിതയിലൂടെ അല്ലെങ്കിൽ അവരുടേതായ ഒരു മനോഹരമായ ഒരു 2-3 വരികളിലൂടെ രേഖപ്പെടുത്താറുണ്ട്. ഇന്ന് സുഗതകുമാരി ടീച്ചറെ ഓർത്തുകൊണ്ട് തന്നെയാണ് മാതൃഭൂമി ഒന്നാം പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നതാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിന സന്ദേശം എന്നുകൂടി പറയുന്നുണ്ട്. സുഗതകുമാരിയുടെ കവിത നമുക്കറിയാം, ടീച്ചറുടെ കവിത ഒരുപാട് നമ്മൾ വായിച്ചു പോയതാണ്. പക്ഷേ വീണ്ടും ആവർത്തിക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. മലയടിക്കുന്ന തീയെറിയുന്ന കൈകളെ, വളരെ വൈകിപ്പോയി കാലം, അറിയുവിൻ മുറിവേറ്റ ശൈലങ്ങൾ, നമ്മൾക്ക് വറുതിയും വിധിക്കുമല്ലോ എന്ന് ഒരുപക്ഷെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ഒരുപക്ഷെ തിരിച്ചൊരു ഓർമ്മയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ ഓർമ്മപ്പെടുത്തലാണ് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട്. പരിസ്ഥിതിയിൽ ഇത്തവണ പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് കൊല്ലുന്ന പ്ലാസ്റ്റിക് എന്ന രൂപത്തിൽ കുറച്ചും കൂടി താഴേക്ക് വളരെ വിശദമായ ഒരു ഗ്രാഫിക് വിഷ്വലൈസിനെ കൊടുത്തിട്ടുണ്ടത്. പ്ലാസ്റ്റിക് ഉണ്ടാകുന്ന മലിനീകരണം കര വ്യോമ ഗതാഗതത്തിൽ ഉണ്ടാകുന്ന മാലിന്യത്തേക്കാൾ കൂടുതലാണ്. ഏതാണ്ട് 353 ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഭൂമിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും വലിയ രൂപത്തിൽ തന്നെയാണ്. കേരളകൗമുദി ഒരു പടി കൂടി കടന്ന് ഒന്നാം പേജിൽ വടക്കുന്നാഥ സന്നിധിയിൽ മുത്തശ്ശിയാലിന് പുനർജനി, ട്രീ സർജറിയെക്കുറിച്ചാണ് ആ വാർത്ത. ഒരുപക്ഷെ ട്രീ സർജറി കേരളത്തിൽ മലയാളിക്ക് പുതുമയുള്ള കാര്യമായിരിക്കും. ആദ്യം മരത്തിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിക്കും. മരത്തിലുണ്ടാകാനിടയുള്ള ഫംഗസുകളെയും കീടങ്ങളെയും നശിപ്പിക്കും. മുറിച്ചു മാറ്റേണ്ട ഭാഗങ്ങൾ നീക്കും. അങ്ങനെ ട്രീ സർജറി എന്താണെന്നൊക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. ഭാസി പാങ്ങിലിൻ്റെ ബൈലയിലുള്ള നല്ല സ്റ്റോറിയാണത്. അത് മാത്രമല്ല ഒന്നാം പേജ് നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപകടം ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ ഒന്നാം പേജ് കുറച്ചും കൂടി കാഴ്ചയിൽ മനോഹരമാകുന്ന രൂപത്തിലാണ് എല്ലാ പത്രങ്ങളും പ്ലാൻ ചെയ്തിരുന്നത്. ദേശാഭിമാനി ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. നീലിയ വേണുഗോപാലിൻ്റെ ഒരു ചിത്രം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ പ്ലാസ്റ്റിക് തരികൾ. നമുക്കറിയാം, അറബിക്കടലിൽ കപ്പൽ മുങ്ങുകയും അതിൻ്റെ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിയുകയും കണ്ടെയ്നറിൽ എന്തെല്ലാം ഉണ്ട് എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇനി പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. അതിൽ തീരത്തടിയുന്ന കാര്യങ്ങൾ അത് കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ വലിയ ദുരന്ത സമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വാർത്തയായി സമഗ്രമായി നൽകാൻ എല്ലാ പത്രങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആ വലിയ വാർത്തയിലേക്കാണ്. ഇന്നലെ ബംഗളൂരുവിൽ ഉണ്ടായ ദുരന്തം ഏതാണ്ട് ജീവനെടുത്തൊരു ക്രിക്കറ്റ് ആഘോഷം എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്തരം അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട്, കായിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള അപകടങ്ങൾ അപൂർവമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരുപക്ഷെ ഈ കായിക ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തമാണ് ഇന്നലെ ബംഗളൂരുവിലുണ്ടായത്. സാധാരണ വിദേശത്തൊക്കെയാണ് നമ്മൾ ഇത്തരം ആഘോഷങ്ങൾക്കിടെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കാണാറും കേൾക്കാറുമുള്ളത്, അറിയാറുമുള്ളത്. ഇന്ത്യയിൽ വളരെ അപൂർവമാണ്. ഇതൊരു പക്ഷേ BJP പറയുന്നത് പോലെ ഇതിൽ ശരിക്കും സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ തന്നെയാണ്. കാരണം വലിയ വിജയാഹ്ലാദത്തെ അല്ലെങ്കിൽ ആളുകൾ എത്തുന്നതിനെ ആ ദൃശ്യങ്ങളിലൊക്കെ ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നതിനെ നിയന്ത്രിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായില്ല എന്ന് വേണം കാണാൻ. അത് അങ്ങനെ തന്നെയാണ് വാർത്തയും പത്രങ്ങൾ നൽകിയിട്ടുള്ളത്. ഞാൻ മനോരമയിലേക്ക് പോകാം. മനോരമയാണ് അക്കാര്യം വളരെ വിശദമായി പറയുന്നത്. ആരാധകർ തിക്കിത്തിരക്കി, 11 മരണം. IPL കന്നി കിരീട നേട്ടം ആഘോഷിക്കാൻ എത്തിയത് 2 ലക്ഷത്തിലധികം ആളുകൾ. അതായത് ബംഗളൂരു നഗരത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഏതാണ്ട് ശിവാജി നഗറിനോടൊക്കെ ചേർന്ന് വരുന്ന ആ പ്രദേശത്ത് 2 ലക്ഷത്തിലധികം ആളുകൾ വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സർക്കാരിനോ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ 11 പേർ മരിച്ചു എന്നുള്ളത് മാത്രം അതിൽ ആശ്വസിക്കാൻ നമുക്ക് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. കാരണം ബംഗളൂരു നഗരത്തിൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. ആ നഗരത്തെ താങ്ങുന്നതിനപ്പുറത്തേക്കാണ് അപകടത്തിൻ്റെ ആധിക്യം പോയത് എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല, ചൊവ്വാഴ്ച കഴിഞ്ഞ ദിവസം ഈ വിജയം, അതായത് ബംഗളൂരു വിജയം നേടുമ്പോൾ തന്നെ, IPL കിരീടം നേടുമ്പോൾ തന്നെ ആ രാത്രിയിൽ തന്നെ ബംഗളൂരിൽ ആഘോഷം തുടങ്ങിയെന്ന് കൂടി മനോരമ പറയുന്നുണ്ട്. ചുവപ്പും നീലയും സ്വർണ്ണമുള്ള ജേഴ്സി അണിഞ്ഞ് ഏതാണ്ട് ഈ 2 ലക്ഷത്തിലധികം ആളുകൾ വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അപകടം നടന്നിട്ടും ആഘോഷം നടന്നു എന്നാണ് മനോരമ പറയുന്നത്. അതായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് ഈ 11 പേർ മരിച്ചു വീഴുമ്പോൾ ഏതാണ്ട് 50ലധികം ആളുകൾ പരിക്കേൽക്കുമ്പോഴൊക്കെ ഈ
ആഘോഷം അകത്ത് നടക്കുകയായിരുന്നു. അങ്ങനെ ഇതിനകത്തൊരു എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ ഇന്നലെ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട മരണത്തിലൊക്കെ ആ കുഴപ്പത്തെ ഒരുപക്ഷെ മനോരമ നന്നായി നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തത്തിന് ഇന്നലെ ബംഗളൂരു സാക്ഷിയായി. തിക്കും തിരക്കും തന്നെയാണ് അപകടമുണ്ടായത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മാതൃഭൂമി പറയുന്നത്. പക്ഷേ മാതൃഭൂമി ഇത് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ മാതൃഭൂമി തയ്യാറായിട്ടില്ല. പക്ഷേ മനോരമ അത് പറയുന്നുണ്ട്. മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയും എന്നുകൂടി ഒരുപക്ഷെ കേരളകൗമുദി മാത്രമാണ് ഒന്നാം പേജിൽ ആ കാര്യം വളരെ വിശദമായി പറയുന്നത്. മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയുണ്ട് എന്നുള്ളതൊരു മലയാളിയെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് മറ്റ് പത്രങ്ങളിലൊന്നും ഞാൻ എവിടെയും കണ്ടില്ല. മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയുണ്ട് എന്നുള്ളത്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ തിക്കി സംഘാടന പിഴവിൽ അന്വേഷണം എന്നുകൂടി പറയുന്നുണ്ട്. രണ്ടാഘോഷം, അതായത് ഇന്നലെ രണ്ടാഘോഷമാണ് അവിടെ ഉണ്ടായത്. കുറച്ചും കൂടി വിശദമായിട്ട് ആ അപകടത്തെക്കുറിച്ച് കേരളകൗമുദി പറയുന്നുണ്ട്. കാത്തിരുന്ന് കിട്ടിയത് ആഘോഷമാക്കാനുള്ള ടീം മാനേജ്മെൻറ്റിൻ്റെ ആഘോഷം, അത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും ആവേശം. അതായത് 2 പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. അതിൽ ഇന്നലെ നമുക്കറിയാം DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി അടക്കം ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം കൂടി ഈ താരങ്ങളെ സ്വീകരിക്കാനൊക്കെ വന്നിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊപ്പവും ഈ ആരാധകർക്കൊപ്പവും ഇങ്ങനെ 2 ഭാഗത്തേക്ക് ആഘോഷം മാറുമ്പോൾ സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയി എന്നാണ് കേരളകൗമുദി പറഞ്ഞു വെക്കുന്നത്. ഗേറ്റിന് പുറത്ത് കൂട്ടമരണം, അകത്ത് ആഘോഷം എന്നുകൂടി കേരളകൗമുദിയും പറയുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് വൻ ആളപായമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും ആഘോഷ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. സംഘാടനത്തിൽ വൻ വീഴ്ച എന്ന് ദേശാഭിമാനിയും പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ പത്രങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അങ്ങനെയൊന്ന് പറയുന്നുണ്ട്. മാതൃഭൂമി മാത്രമാണ് അങ്ങനെ. ഒരുപക്ഷെ മലയാളി മരിച്ച കാര്യവും മാതൃഭൂമിയിലില്ല. അതുമാത്രമല്ല, ഈ ആഘോഷം ഒരു സർക്കാർ സ്പോൺസേഡ് ദുരന്തമാണ് അല്ലെങ്കിൽ അപകടമാണ് എന്ന് BJPയുടെ ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ, പത്രങ്ങളെല്ലാവരും വിശദമായി വാർത്ത നൽകിയിട്ടുള്ളത് എന്ന് വേണം കാണാൻ. എന്തായാലും ഒരുപക്ഷെ സ്പോർട്സ് പേജിൽ വലിയ രൂപത്തിൽ വലിയ നിറത്തോടുകൂടി ആഘോഷത്തോടുകൂടി വരേണ്ട വാർത്ത വലിയ ദുരന്തമായി മാറി എന്ന് വേണം കാണാൻ. സാധാരണ സ്പോർട്സ് പേജ് എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന, വിജയങ്ങളുണ്ടാക്കുന്ന അല്ലെങ്കിൽ ടീമിൻ്റെ സന്തോഷമൊക്കെയാണ് വാർത്തയായി വരാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ ഇന്നത്തെ സ്പോർട്സ് പേജ് ഒരു വലിയ നാളുകൾക്ക് ശേഷം മലയാളത്തിലെ പത്രങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പത്രങ്ങൾക്കും ഒരു ദുരന്ത വാർത്തയായി കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനൊരു അപകടം ഒരുപക്ഷെ ഇന്ത്യയിൽ ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത് എന്നുകൂടി പറഞ്ഞു വേണം പോകാൻ. മറ്റൊന്ന് ദേശീയപാതയാണ്. ദേശീയപാത നമുക്കറിയാം, ഈ മഴക്കാലത്ത് ദേശീയപാത ഇടിഞ്ഞു വീഴുകയും മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമൊക്കെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളൊക്കെ വലിയ ചർച്ചയായി. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണം ഉണ്ടാകുന്നു. ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വലിയ ആരോപണം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. ഇന്നലെ അത് മന്ത്രി റിയാസ് പ്രഖ്യാപിക്കുന്നുണ്ട്. അത് എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നന്നായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ദേശീയപാത ഡിസംബറിൽ പൂർത്തിയാകും. 2 ദേശീയപാതയാണ് ഇപ്പോൾ കേരളത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ദേശീയപാത 66 നിർമ്മാണം സംസ്ഥാനത്ത് നിശ്ചയിച്ച പ്രകാരം വരാനിരിക്കുന്ന ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പുണ്ട്. അത് കേന്ദ്രത്തിന് അനുമതി ലഭിച്ചതായിട്ടാണ് മന്ത്രി പറയുന്നത്. എന്തായാലും അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ മന്ത്രി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ കൂരിയാട്, മലപ്പുറത്തെ കൂരിയാടാണ് ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് തകർന്ന് നമുക്കറിയാം. അത് ആ കാഴ്ച തന്നെ വലിയ ഭീകരമാണ്. ഇപ്പോൾ നിലമ്പൂരിൽ ആ വിഷയം ചർച്ച കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂരിയാട്ട് ഏതാണ്ട് 360 മീറ്ററിൽ വയഡക്റ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസവും പ്രക്ഷോഭത്തിൽ പറഞ്ഞതാണ്. വയഡക്റ്റ് പാലത്തിൻ്റെ ഒരു നിർമ്മിതി എങ്ങനെയാണെന്നുള്ളത്. ആ വയഡക്റ്റ് രൂപത്തിൽ കൂരിയാട്ട് പാലം നിർമ്മിക്കുമെന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഒരേപോലെ മുഖം രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ദേശീയപാത ഡിസംബറോടെ എന്നുള്ളതാണ് മനോരമ പറയുന്നത്. ഗഡ്കരിയുടെ ഉറപ്പ് എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയുടെ ഹെഡിങ്. കൂരിയാട് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന് ദേശാഭിമാനിയാണ് വിശദമായി കുറച്ചും കൂടി സമയം നൽകിയിട്ടുണ്ട്. കാരണം ദേശാഭിമാനിക്ക് നൽകാതെ നിവർത്തിയില്ല. പിണറായി ഗഡ്കരി ചർച്ചയിൽ ധാരണ എന്നാണ് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും NH 66 വികസനം മലയാളികൾക്കുള്ള പുതുവത്സര സമ്മാനമാകുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പ്രഖ്യാപനം. അതോടുകൂടി ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇനിയൊന്നുള്ളത് അറഫ സംഗമമാണ്. നമുക്കറിയാം, ഒരു വലിയ വിശ്വാസികളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അറഫ സംഗമം. മക്കയിൽ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് അറഫ സംഗമം. വ്യാഴാഴ്ച, അതായത് ഹജ്ജിൻ്റെ ആദ്യ ദിനമായ ബുധനാഴ്ച മിനായിൽ പ്രാർത്ഥനയും ഖുർആൻ പാരായണവുമായി കഴിഞ്ഞ തീർത്ഥാടകർ വ്യാഴാഴ്ച അറഫയിൽ സംഗമിക്കും. ആ അറഫ സംഗമത്തെക്കുറിച്ച് എല്ലാ പത്രങ്ങളും വലിയ രൂപത്തിൽ ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുണ്ട്. അതിൽ മറ്റൊരു കാര്യം, ഈ വാർത്ത പറയാനുള്ളൊരു കാര്യം, ഈ ബക്രീദ് നമുക്ക് അവധിയുള്ള ദിവസമാണ്. അക്കാര്യത്തിൽ സംസ്ഥാനത്ത് തീരുമാനം വൈകുന്നു എന്നുകൂടി മനോരമ ഇതോടൊപ്പം പറഞ്ഞു വെക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് നാളെയും മറ്റന്നാളും അവധി നൽകണമെന്ന ആവശ്യത്തിന്മേൽ സർക്കാർ തീരുമാനം വൈകുന്നത് ഒട്ടേറെ പേരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് മനോരമയുടെ വാർത്ത. എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലായില്ല.
അല്ലെങ്കിൽ അവധി പ്രതീക്ഷ ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ബുദ്ധിമുട്ടായിരിക്കും മനോരമ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നാളെ അവധിയാണെങ്കിൽ ഇന്ന് വൈകിട്ട് നാട്ടിലേക്ക് പോകാൻ പദ്ധതിയിട്ടവരെയാണ് ഈ അനിശ്ചിതത്വം ഏറെ ബാധിക്കുക. ട്രെയിൻ, ബസ് ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മനോരമ മാത്രമാണ് ആളുകളുടെ ആ ഒരു ബുദ്ധിമുട്ടിനെ, അവധി കിട്ടിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അവധി ഈ മനോരമയുടെ വാർത്ത സർക്കാർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, നിലമ്പൂരിൽ വലിയ രൂപത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്, ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വാർത്തകളൊക്കെ നിൽക്കുമ്പോഴും മലയാള പത്രങ്ങൾ ആരും നിലമ്പൂർ വാർത്തകൾ ഒന്നാം പേജിൽ നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. പക്ഷേ ഇതിനിടയിലും ഈ തിരക്കിനിടയിലും ഇംഗ്ലീഷ് പത്രമായ ഹിന്ദു ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. LDF ആൻഡ് UDF സ്പാർ, നിലമ്പൂർ ബൈപോൾ ക്യാമ്പയിൻ വീഴ്സ് ഇൻടു വെൽഫെയർ പെൻഷൻ. ഇന്നലെ വലിയ ചർച്ചയായ വിഷയമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഹിന്ദു ആ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മലയാള പത്രങ്ങൾ ആരും ഒന്നാം പേജിൽ ആ വാർത്ത നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് അവസാനിപ്പിക്കുന്നു.